അമേരിക്കക്ക് നേരെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാവുന്നു. അതിനുശേഷം അമേരിക്ക എങ്ങനെ ആ ന്യൂക്ലിയർ അറ്റാക്ക് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ്. ഞാൻ ഈ സിനിമ കാണാനുണ്ടായ സാഹചര്യം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സും ഭയങ്കര ഹൈപ്പിൽ ഇതിന് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഈ സിനിമ കണ്ടത്. ഒരു സിനിമ ആസ്വദിക്കുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമ തീരെ വർക്കൗട്ട് ആയിട്ടില്ല. ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ്. 2 മണിക്കൂർ പോലും തികച്ചില്ലാത്ത ഒരു സിനിമ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി, ഭയങ്കര ലാഗ് അടിച്ചിട്ടുണ്ട് ഞാനിതൊന്ന് കണ്ടു തീർത്ത്. അമേരിക്കയിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാവുന്നതും പിന്നീട് അമേരിക്കയിലെ പല ഡിപ്പാർട്ട്മെന്റ്സ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കഥ മുന്നോട്ട് പോകുന്ന സ്റ്റോറി. ഈ സിനിമയ്ക്ക് ഒരു ഹീറോ എന്ന് പറയാൻ ഒരു കഥാപാത്രമോ ഹീറോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമോ ഒന്നുമില്ല. എല്ലാവരും അവിടെ ഹീറോസ് ആണ്. അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് കൃത്യമായ ഒരു ക്ലൈമാക്സ് ഡയറക്ടർ കൊടുത്തിട്ടില്ല. ആ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകന് തീരുമാനിക്കാം എന്ന രീതിയിലാണ് ഡയറക്ടർ ഇതിന് വിട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ലാഗായ ഒരു പടമാണ്. അങ്ങനെ കാണാൻ ഞാൻ തീരെ സജസ്റ്റും ചെയ്യില്ല. ഇത് എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമാണ്. നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലെ പുതിയ മൂവീസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.